ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, ഒരു ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതാകുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആദ്യം ഇത് കുഴച്ചിട്ട് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് കുക്കായാൽ മതി. ഈ ചിക്കൻ്റെ അകത്ത് വന്നിട്ടുള്ള വെള്ളവും പിന്നെ തൈരൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ചെറിയ സവോള, പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ്റെ അകത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു വെജിറ്റബിൾസിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി അപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല, ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഫില്ലിങ് ഇതുപോലെ നല്ല ജ്യൂസി ആയിട്ടിരിക്കണം, ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ ആ പാനിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സൈഡിൽ മാറ്റി വെക്കുക. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട, ഒരു ഇത്തിരി ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് ഇതുപോലെ ചെറിയൊരു തവി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ പൊരിച്ചിട്ട് മാറ്റിയിട്ട് വെക്കുക. ആ 2 കോഴിമുട്ടയും അതുപോലെ മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതുപോലെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോൾ അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള മാവ് ഞാനിപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ പരത്തിയെടുക്കുന്ന പോലെ ഒരു ഇത്തിരി മൈദപ്പൊടി തൂവിയിട്ട് നമ്മൾ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്താൻ വേണ്ട, നല്ല കനത്തിൽ പരത്താൻ വേണ്ട കേട്ടോ. ഈ ഒരു സൈസിൽ പരത്തിയിട്ട് നടുവിലായിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയുടെ പീസ് വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒരു 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ പീസ് ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ മുകളിലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങ് സെയിലായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഓരോ റോൾസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറമേശം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ജ്യൂസിയാണ്, പുറംവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്സും പറയാൻ മറക്കരുത്. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്